നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു വോയിസ് മെസ്സേജ് നിങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു വോയിസ് മെസ്സേജ് അയക്കൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വോയിസ് മെസ്സേജ് അയച്ച് ഉടനെ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പൊ എനിക്ക് എങ്ങനെ നിങ്ങളെയൊക്കെ കൂട്ടുകൂടാൻ തോന്നും? അതിലൂടെ എനിക്കൊരു സൂചന തരുന്നത് നിങ്ങളൊക്കെ കള്ളന്മാരും കള്ളത്തികളുമാണെന്നാണ്. നോക്കൂ, ഞാനിവിടെ പരസ്യമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ രഹസ്യ കൂട്ടുകാർ വേണമെന്നുണ്ടെങ്കിൽ ദയവേത് എന്നോട് കൂട്ടുകൂടാനോ മിണ്ടാനോ വരരുത്. എനിക്ക് ഇഷ്ടമല്ല. കാരണം ഇത്തരത്തിലുള്ളവരാണ് കൂടുതലും വന്നുകൊണ്ടേയിരുന്നു ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നത്. ഇനി അത് ആവർത്തിക്കാനോ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കള്ള കൂട്ടുകെട്ടുകളെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളെപ്പോലുള്ളവരാണ് ഇവിടെ ഒന്ന് മഹാശല്യങ്ങൾ ഉണ്ടാക്കിയിട്ട് പോയിട്ടുള്ളവർ നിങ്ങളെപ്പോലുള്ളവരാ. കാരണം നിങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ തന്നെ പേടിക്കുന്നു, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾ തന്നെ പേടിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഇവിടെ എന്നോട് കൂട്ടുകൂടിയിട്ട് നിങ്ങളുടെ ഉള്ള കുറ്റങ്ങൾ മുഴുവൻ എന്നിൽ ആരോപിക്കുന്നു, രക്ഷപ്പെടുന്നു. അപ്പൊ ഇതൊന്നും ഇനി ഇവിടെ പറ്റില്ല. കാരണം ആളുകളെല്ലാം നിങ്ങളുടെയൊക്കെ എന്റെ അരികിൽ വന്നു പോകുന്ന ഓരോരുത്തരെയും മറ്റുള്ളവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കുക. നിങ്ങൾക്കൊക്കെ എന്താണ് ഇത്ര വലിയ ഭയം? നിങ്ങളുടെ സ്വരത്തെ, നിങ്ങൾ പറയുന്ന വാചകങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾ നല്ല പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തിനു പേടിക്കണം? സമൂഹത്തെ പേടിക്കണം, എന്നെ പേടിക്കണം. സമൂഹത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു നല്ല ബുദ്ധിയുള്ള ഒരാളിന്റെ അടുത്താണ് നിങ്ങൾ കളിക്കാൻ വരുന്നതെന്നും കൂടെ ഓർക്കണം. മനസ്സിലായല്ലോ? നിങ്ങൾ വിചാരിക്കും ഞാൻ വിഡ്ഢിയാണ്, മണ്ടത്തിയാണ്, എന്റെ അരികിൽ വന്നിട്ട് എന്ത് കാട്ടിക്കൂട്ടിയാലും ആളുകൾ എന്നെ മാത്രമേ കുറ്റപ്പെടുത്തുകയുള്ളൂ, നിങ്ങൾക്കൊക്കെ ഇങ്ങ് രക്ഷപ്പെടാമെന്നായിരിക്കും. അത് കാലങ്ങൾ മാറിയടോ. ആളുകൾക്ക് ചിന്തിക്കുവാനുള്ള കാര്യങ്ങളെല്ലാം ഞാന് ഈ ബുദ്ധിയും കഴിവും എല്ലാം അവർക്ക് ഓരോ വീഡിയോയിലൂടെയും പറഞ്ഞു കൊടുത്ത് നിങ്ങളൊക്കെയാണ്, അതായത് ഇവിടെ എന്നെ കൂട്ടുകൂടാൻ വരുന്നവരാണ് യഥാർത്ഥ പ്രശ്നക്കാരെന്ന് ആളുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയൊന്നും വീഡിയോ വോയിസ് ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അതൊന്നും എടുത്തില്ല. പക്ഷെ നിങ്ങളിങ്ങനെ നിങ്ങളുടെ ശബ്ദത്തെ ഇങ്ങനെ എടുത്ത് ഡിലീറ്റ് ചെയ്യുമ്പോ എനിക്കാണപ്പൊ നിങ്ങളെ കൂട്ടുകൂടണ്ട എന്നുള്ളൊരു വരുന്നത്. എനിക്കൊരു സൂചന തരികയാണ്, ഇവരെ അടുപ്പിക്കരുത്, പ്രശ്നക്കാരാണ്, ലാസ്റ്റ് ഇവര് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള സൂചന എനിക്കത് തരുന്നതാണ്. അതുകൊണ്ടാണ് അത്തരം ആളുകളെ ഞാൻ എടുത്ത് കളയുന്നത്. അതായത് നിങ്ങളെ അതിലൂടെ ഞാൻ അകറ്റി നിർത്തുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ ഇഷ്ടക്കേട് കൊണ്ടോ അല്ല. കാരണം ഒരു അവനവനിൽ തന്നെ ഒരു വിശ്വാസമില്ലാത്തവരെ, അവനവനിൽ തന്നെ ആത്മാർത്ഥതയും സ്നേഹവും ഇത്തിരി പോലും ഒരു കുറ്റബോധമോ പശ്ചാത്തലമോ ഒന്നുമില്ല, അവനവനിൽ തന്നെ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളോടാണ് ദയവും ഇഷ്ടവും പശ്ചാത്തലവും കുറ്റബോധവും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളോടാണ് തോന്നേണ്ടത്. അല്ലാതെ എന്നോടല്ല. നിങ്ങൾക്ക് നിങ്ങളോട് തോന്നണം. ഒരല്പം ദയ നിങ്ങളോട് തോന്നണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ശക്തി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നിങ്ങളുടെ ശക്തി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയണം. നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ദേഹം, അങ്ങനെ ഓരോ പാർട്ട്, നിങ്ങളുടെ മനസ്സ്, അതാണ് നിങ്ങളുടെ മനസ്സിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളാണ്. നിങ്ങളുടെ മനസ്സിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുക. സിമ്പിൾ കാര്യമാണ്. നിങ്ങളെ ഇഷ്ടപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വോയിസ് ഒന്നും എന്റെ അടിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കള്ളത്തരം കാണിക്കാൻ തോന്നത്തില്ല.